ഹായ് ഡിയേഴ്സ്. സോ ജിമ്മിൽ മുടങ്ങാതെ നമുക്ക് എങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോവാം എന്നതിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കുന്നത്. മോർ ദാൻ 10 പോയിന്റ്സ് ഞാൻ പറയുന്നുണ്ട്. ഒന്നാമത്തെ പോയിന്റ്, നമ്മളെപ്പോഴും നിയർ ജിം ചൂസ് ചെയ്യുക, അടുത്തുള്ള ജിം ചൂസ് ചെയ്യുക. മീൻസ് നമ്മൾ ദൂരെയുള്ള ജിമ്മിലാണ് പോകുന്നതെങ്കിൽ പിന്നെ വേറെ ഡേയ്സിൽ നമുക്ക് ടയേർഡ് ആയിട്ടുള്ള ഡേയ്സിൽ നമുക്ക് അവിടെ പോകാൻ വേണ്ടിയിട്ട് മടി തോന്നിയിട്ട് നമ്മൾ ചില ഡേയ്സ് ജിം സ്കിപ്പ് ചെയ്യും. ആദ്യം എക്സൈറ്റ്മെൻറ്റ് പോവും, പിന്നീട് നമ്മൾ ഡേയ്സ് സ്കിപ്പ് ചെയ്യാനും കൺസിസ്റ്റൻ്റ് അല്ലാതാവാനും ചാൻസ് ഉണ്ട്. ജിമ്മിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാൾ ഒരു 3-4 ഡേയ്സ് തന്നെ ജിമ്മിൽ പോയില്ലെങ്കിൽ നമുക്ക് പിന്നെ കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത് ജിമ്മിൽ പോവാത്ത ഇതായിരിക്കും. അപ്പോൾ നമ്മൾ ജിം സ്റ്റോപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. കാരണം തുടക്കത്തിൽ നമ്മൾക്ക് റിസൾട്ട് ഒന്നും അത്ര ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഒരു മോട്ടിവേഷൻ കാണത്തില്ല. അപ്പോൾ ഇങ്ങനെ ദൂരമുള്ള ജിം ചൂസ് ചെയ്ത് പിന്നെ ഇടയ്ക്ക് കുറേ ഡേയ്സ് സ്കിപ്പ് ആകുമ്പോൾ നമ്മൾ തനിയെ ജിം സ്റ്റോപ്പ് ആക്കും. അതുകൊണ്ട് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഒരു ജിം ചൂസ് ചെയ്യുക. ഫ്രണ്ട്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് ദൂരെയുള്ള ജിമ്മിൽ പോകാതിരിക്കുക. അത് നിങ്ങളുടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ജിമ്മിൽ പോകുന്നതിന് ആദ്യമായിട്ട് പോകുന്ന ഒരാൾക്ക് അതൊരു നെഗറ്റീവാണ്. പിന്നെ നെക്സ്റ്റ് കാര്യം, എപ്പം എന്ത് സിറ്റുവേഷനിൽ സ്റ്റോപ്പ് ചെയ്യാൻ തോന്നിയാലും നമ്മൾ ആലോചിക്കുക എന്തുകൊണ്ടാണ് നമ്മൾ ജിം സ്റ്റാർട്ട് ചെയ്തതെന്നുള്ള പോയിന്റ് നമ്മൾ എപ്പോഴും ഓർക്കുക. നിങ്ങളെ ഗോൾ എന്താണ്? വെയിറ്റ് ഗെയിൻ ആണോ, വെയിറ്റ് ലോസ് ആണോ, അല്ലെങ്കിൽ നിങ്ങളെ ലൈഫ് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനാണോ? എന്തിനാണ് നിങ്ങൾ ജിമ്മിൽ പോകാൻ ഒരു കാരണം കാണും. ജിമ്മിൽ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നതിന് അങ്ങനെയുള്ളവർക്ക് അതിനൊരു കാരണം കാണും. അതെന്താണെന്നുള്ളത് ഓൾവേസ് മഴ തോന്നി സ്റ്റോപ്പ് ചെയ്യാൻ പോകുമ്പോൾ അത് ഓർമ്മിക്കാം. പിന്നെ ഒരു സജഷൻ, 3 months ഉറപ്പായിട്ടും ജിമ്മിൽ പോകുക. ഒരു 3 months പോകുമ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്ക് ആദ്യമേ ഡയറ്റ് എല്ലാം നോക്കിയാൽ വെയിറ്റ് ഗെയിൻ ആണെങ്കിലും വെയിറ്റ് ലോസ് ആണെങ്കിലും പെർ മന്ത് 500 gram, അതായത് 1/2 kilo കൂടാൻ കുറയാം അവരുടെ ഗോൾ അനുസരിച്ച്, ഡയറ്റ് അനുസരിച്ച് അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ പെർ മന്ത് 2 kg കുറയ്ക്കാം. അപ്പോൾ 3 months നമുക്ക് 6 kg കൂട്ടാം അല്ലെങ്കിൽ കുറയ്ക്കാം. 2 ആൾക്കാരുണ്ടല്ലോ, മെയിൻ ആയിട്ടുള്ള ഗോൾ ഒന്ന് വെയിറ്റ് ഗെയിൻ അല്ലെങ്കിൽ വെയിറ്റ് ലോസ് ആയിരിക്കും. അപ്പോൾ ഒരു 3 months നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോയിട്ട് നമുക്ക് ഈ റിസൾട്ട് കിട്ടുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ തോന്നത്തില്ല. അപ്പോൾ ഒരു 3 months ഉറപ്പായിട്ടും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. അതിനുവേണ്ടി ഇപ്പം നിങ്ങൾക്ക് 3 months ജിം പേയ്മെൻറ്റ് അങ്ങ് ആദ്യമേ ചെയ്യാൻ പറ്റുക, അങ്ങനെ ചെയ്യാം. അപ്പോൾ ചിലർ സ്റ്റോപ്പ് ചെയ്യാൻ തോന്നിയാലും 3 months പൈസ കൊടുത്തിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പോകും. അപ്പോൾ നിങ്ങൾ എന്തായാലും പോയാൽ വേറെ വീഡിയോസിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് നിങ്ങളുടെ ഗോൾ അനുസരിച്ച് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ ഒരു റിസൾട്ട് കിട്ടും. 6 kg ലോസോ 6 kg ഗെയിനോ കിട്ടുമ്പോൾ ഗോൾ അനുസരിച്ച് നിങ്ങൾ ഉറപ്പായിട്ടും കണ്ടിന്യൂ ചെയ്ത് പോകും. ഓക്കെ, പിന്നെ ആദ്യം മുതലേ ഈ ഒരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഹെൽത്തി ബാലൻസ്ഡ് ഡയറ്റിൽ തന്നെ തുടങ്ങുക. അപ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്ന കാരണം നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാൻ തോന്നത്തില്ല. അല്ലാതെ മീൻസ് കുറേ വീഡിയോസ് ഉണ്ടല്ലോ, എൻ്റെ ഇതിലും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്ങനെ ഹെൽത്തി ആയിട്ട് ഡയറ്റ് ചെയ്യുക, ബാലൻസ്ഡ് ഡയറ്റ് ആക്കുക. ആ ഡയറ്റ് വീഡിയോസ് കണ്ടിട്ട് അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് ചെയ്യുക. ഇനി അത് നിങ്ങൾക്ക് എന്നിട്ടും ഡിഫിക്കൽട്ടായിട്ട് തോന്നുവാണെങ്കിൽ ആദ്യമേ ഒരു ഡയറ്റീഷ്യനെ കാണുക, നിങ്ങളുടെ ഗോള് പറയുക, അതനുസരിച്ചുള്ള ഡയറ്റ് അവർ സെറ്റ് ചെയ്ത് തരും. അതിനുവേണ്ടി നിങ്ങൾ റീസെൻ്റ് ആയിട്ടുള്ള നിങ്ങളുടെ മെയിൻ ഇതിൻ്റെ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ഡയറ്റീഷ്യനെ കണ്ടു കഴിയുമ്പോൾ അവർ സജസ്റ്റ് ചെയ്യും ആ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഒരു ഫുഡ് ഡയറി കൊടുക്കണം. നിങ്ങൾ എല്ലാ ദിവസവും എന്താണ് കഴിക്കുന്നത്, രാവിലെ എന്ത് കഴിച്ചു, കഴിക്കുന്നതിൻ്റെയും കുടിക്കുന്നതിൻ്റെയും കാര്യങ്ങൾ കൃത്യമായിട്ട് റൈറ്റ് ചെയ്യുക. നിങ്ങൾക്ക് അതിനൊരു എമൗണ്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമെങ്കിൽ അത് പറയുക. അപ്പോൾ ആ ഒരു ഫുഡ് ഡയറി എന്താണെന്നുള്ള നിങ്ങൾ ഒരു 1 week എഴുതിയിട്ട് ആ ഡോക്ടറിനെ കാണിക്കുമ്പോൾ അവർക്ക് ആ ഡയറ്റീഷ്യൻ അതെല്ലാം കറക്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഗോളിനനുസരിച്ചുള്ള ഒരു ഡയറ്റ് തരാൻ പറ്റും. അപ്പം നിങ്ങളുടെ ഡയറ്റ് ആദ്യമേ കറക്റ്റ് ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ട് ഇങ്ങനെ റിസൾട്ട് കിട്ടും. പിന്നെ നമ്മൾ ഈ ഡയറ്റും ഇതെല്ലാം കണ്ടുപിടിക്കാൻ പോകുമ്പോൾ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവും. മീൻസ് നമ്മൾ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു അഡ്ജസ്റ്റ്മെൻറ്റ്സ്, അല്ലെങ്കിൽ പെട്ടെന്ന് കാലോറി മുഴുവൻ കട്ട് ചെയ്യുക, അല്ലെങ്കിൽ പെട്ടെന്ന് ഓവർ ഈറ്റ് ചെയ്യുക, അതൊന്നും ഹെൽത്തി അല്ല. അപ്പോൾ നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ നിങ്ങൾ ആദ്യം ഒരു ഡയറ്റീഷ്യനെ കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഇത് തുടങ്ങുക. അപ്പം നമുക്ക് വേഗം റിസൾട്ട് കിട്ടുന്നതുകൊണ്ട് നമുക്ക് ജിം സ്റ്റോപ്പ് ചെയ്യാൻ തോന്നത്തില്ല. നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകും. ഇനിയുള്ളത്, നമ്മുടെ ഈ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോവാൻ വേണ്ടിയിട്ട് 3 months പോകുമ്പോൾ നിങ്ങൾക്ക് ആ റിസൾട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ള മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ ഫോട്ടോസ്, ഇപ്പം ഫോട്ടോസ് വഴി നമുക്ക് മനസ്സിലാക്കാം, ബിഫോർ ആഫ്റ്റർ ഫോട്ടോസ്. അപ്പം നിങ്ങൾ ഡെയിലി അല്ല, വീക്ക്ലി നിങ്ങൾ ഫോട്ടോസ് എടുത്ത് വെക്കുക. അത് പിന്നെ നിങ്ങൾക്ക് അത്ര ചേഞ്ച് വരുമ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾ മോട്ടിവേറ്റ് ആവും. അതുപോലെ ഇഞ്ചസ് മെഷർ ചെയ്യുക. ആദ്യമേ വണ്ണമുള്ള ഒരാൾ പ്രോട്ടീൻ റിച്ച് ഡയറ്റൊക്കെ കഴിച്ച് വെയിറ്റ് ലോസിന് വേണ്ടി ട്രൈ ചെയ്യുമ്പോൾ അയാളുടെ വെയിറ്റ് മേ ബി കുറയും, പക്ഷേ ചിലർക്ക് ബോഡി റീകോമ്പോസിഷൻ ആയിരിക്കും. അതായത്
ഈ ഫാറ്റിൻ്റെ ഇതെല്ലാം കുറയുമ്പോഴത്തേനും പിന്നെ മസിൽ ഗെയിനും കൂടി വരുമ്പോഴത്തേനും നിങ്ങളുടെ സ്കെയില് മേ ബി വെയിറ്റ് കാണിക്കുന്ന സെയിം ആയിരിക്കും, പക്ഷെ നിങ്ങളെ ഇഞ്ചസ് എല്ലാം കുറഞ്ഞ് നിങ്ങളുടെ ബോഡി മറ്റുള്ളവർക്ക് വിസിബിളി ചേഞ്ചസ് കാണാം. അപ്പോൾ ആ ഇഞ്ചസ് ആണ് എപ്പോഴും വെയിറ്റ് സ്കെയിലിനെ ഡിപ്പെൻഡ് ചെയ്യാതെ ഇഞ്ചസ് മെഷർ ചെയ്ത് വെക്കുക. അതുപോലെ വെയിറ്റ് സ്കെയിലിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ ഇത് മൂന്നും ഫോട്ടോ എടുത്ത് വെക്കുക, വെയിറ്റ് സ്കെയിലും നോക്കുക, ഇഞ്ചസ് മെഷർ ചെയ്യുക. അപ്പം നമുക്കൊരു ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ചേഞ്ച് മനസ്സിലാക്കാൻ പറ്റും. ഇനി വെയിറ്റ് സ്കെയിൽ നോക്കുന്നവരാണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം രാവിലെ ഒരേ സമയം, രാവിലെയാണ് നല്ല വാഷ്റൂം എല്ലാം യൂസ് ആക്കിയ ശേഷം നിങ്ങൾ നിങ്ങളുടെ വെയിറ്റ് നോക്കുക. അടുത്ത ആഴ്ച അതേ ദിവസത്തിൽ അതേ ഒരു സമയം അങ്ങനെ തന്നെ നോക്കുക. അപ്പോൾ ഡേ ടൈമിൽ നമ്മൾ കുറേ ആഹാരം എല്ലാം കഴിച്ച് വെള്ളം എല്ലാം കുടിച്ചിട്ട് വെയിറ്റ് നോക്കുമ്പോൾ അതിൽ വേരിയേഷൻസ് കാണും. അപ്പോൾ ഒരു ദിവസം രാവിലെ, വേറെ ഒരു ദിവസം ഉച്ചയ്ക്ക്, പിന്നെ ഒരു ദിവസം രാത്രി, അത് വെച്ചിട്ട് വെയിറ്റ് സ്കെയിലിലെ വെയിറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവും, നമുക്ക് റിസൾട്ട് കിട്ടുന്നില്ല എന്ന് തോന്നും. അപ്പോൾ അതുകൊണ്ട് ഈ ആക്യുറേറ്റ് ആയിട്ടുള്ള മെത്തേഡ് ഫോളോ ചെയ്യുക. അപ്പോൾ ഈ റിസൾട്ട് കാണുമ്പോഴും നിങ്ങൾ മോട്ടിവേറ്റഡ് ആയിട്ട് ജിമ്മിൽ പോകാൻ പറ്റും. പിന്നെ ശരിക്കും കോമ്പറ്റീഷന് പോകുന്ന ജിം ആൾക്കാരല്ല, നമുക്കും ആ കലോറി സ്കെയിൽ നമ്മുടെ വെയിറ്റ് മെഷർ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ കലോറി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിനെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ആക്യുറേറ്റ് ആയിട്ടുള്ള മെഷർമെൻറ്റ് വഴി നമ്മൾ അൺവാണ്ടഡ് ആയിട്ട് എടുക്കുന്ന കലോറി കുറയ്ക്കാൻ പറ്റും. നമ്മളിപ്പോൾ ഇങ്ങനെ ഇതൊരു 100 ഗ്രാം റൈസ് ആണ് അല്ലെങ്കിൽ 200 ഗ്രാം റൈസ് ആണെന്ന് പറഞ്ഞ് കഴിക്കുന്നത് മേ ബി നമ്മളുടെ ഒരു വിഷ്വൽ ഇതിലായിരിക്കും, അത് മേ ബി 300 400 ആയിരിക്കും. അപ്പം നമുക്ക് ഡെയിലി വേണ്ട നമ്മുടെ ഗോളിനനുസരിച്ചിട്ടുള്ള കലോറി കണ്ടുപിടിക്കുക. വെയിറ്റ് ലോസിനുള്ള ആളാണെങ്കിൽ അത് കലോറി ഡെഫിസിറ്റിലായിരിക്കും പോകേണ്ടത്. അയാൾ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന കലോറി കുറയ്ക്കണം. ഒരു ഹെൽത്തി ആവറേജ് ഫീമെയിലിന് 2000 കലോറി മതി എങ്കിൽ വണ്ണമുള്ളൊരു ഫീമെയിൽ മേ ബി ഇപ്പം കഴിച്ചുകൊണ്ടിരിക്കുന്നത് 3000 3500 ആയിരിക്കും. അപ്പോൾ ആ ആൾ വെയിറ്റ് ലോസിന് പോകുമ്പോൾ അയാളുടെ കലോറി കുറയ്ക്കണം. അത് ഞാൻ പറഞ്ഞ പോലെ ഒന്നീ ഡയറ്റീഷ്യനെ കണ്ട് അയാളുടെ ഫുഡ് അയാൾ എന്താണ് വേണ്ടതെന്നുള്ള മനസ്സിലാക്കുക, അല്ലെങ്കിൽ വീക്ക്ലി ഇപ്പോൾ 200 കലോറി ഞാൻ ഈ ആഴ്ച കുറയ്ക്കുവാണ്, അപ്പോൾ 3500 കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾ 3300 അയാളെ ഫുഡ് കുറയ്ക്കുവാണ്. അപ്പോൾ അങ്ങനെയാണ് ഫാറ്റ് ലോസ് സംഭവിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇത് നമ്മൾ അളവിന് കറക്റ്റായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ വെയിങ് സ്കെയിൽ, ഫുഡ് മെഷർ ചെയ്യാൻ. അപ്പോൾ ഒരു ഫുഡ് ഇപ്പോൾ 100 ഗ്രാം റൈസ് എടുത്ത് അതിൽ എത്ര കലോറി എന്ന് നമുക്കറിയാം. 100 ഗ്രാം ചിക്കൻ എടുത്ത് അതിൽ എത്ര പ്രോട്ടീൻ നമുക്ക് നോക്കാം. അപ്പോൾ ആ പ്രോട്ടീൻ മീൻസ് അതിലെല്ലാം കലോറി എത്രയാണെന്നും പ്രോട്ടീൻ എന്താണെന്നും ആ ഒരു വെയിങ് നമുക്കറിയാമെങ്കിൽ അത് കൊടുത്തിട്ട് നമുക്ക് ChatGPT അങ്ങനത്തെ ഉള്ളതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാം. അല്ലെങ്കിൽ സിമ്പിളായിട്ട് നിങ്ങൾ ഡയറ്റീഷ്യനെ കാണുക, അവർ പറയുന്ന ഡയറ്റ് ഫോളോ ചെയ്യാം. പിന്നെ ഓക്കെ, അപ്പം പ്രോട്ടീൻ റിച്ച് ഡയറ്റ് ജിമ്മിൽ പോകുന്നത് വെയിറ്റ് ലോസിനായിരുന്നാലും വെയിറ്റ് ഗെയിൻ ആയിരുന്നാലും പ്രോട്ടീൻ റിച്ച് ഡയറ്റ് ഇതാക്കണം. അതിൻ്റെ കാര്യം പ്രോട്ടീൻ റിച്ച് ഡയറ്റ് എന്ന് പറയുമ്പോൾ പ്രോട്ടീൻ ബോഡിക്കകത്ത് പോയിട്ട് അതിനെ ഇതാക്കാൻ, അതിൻ്റെ പ്രവർത്തനങ്ങൾ അതിനെ വിഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ കലോറി ആവശ്യമാണ്. അപ്പം ബോഡി ഫാറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും, ഫാറ്റും ബേൺ ആവും. അപ്പം പ്രോട്ടീൻ റിച്ച് ഡയറ്റ് വെയിറ്റ് ലോസിനും പിന്നെ മസിലിൻ്റെ ഡെവലപ്മെൻറ്റിനും എല്ലാം പ്രോട്ടീൻ ആവശ്യമാണ്. അപ്പോൾ വെയിറ്റ് ലോസുകാർക്കും വെയിറ്റ് ഗെയിൻകാർക്കും പ്രോട്ടീൻ റിച്ച് ഡയറ്റ് ഫോളോ ചെയ്യാം. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡയറ്റീഷ്യനെ ചോദിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ എടുക്കുന്ന ഒരു നോർമൽ, ജിമ്മിലൊന്നും പോകാത്ത ഒരു നോർമൽ ഹെൽത്തി അഡൽട്ടിന് തന്നെ എത്ര 1 ഗ്രാം പെർ കിലോഗ്രാം വേണം. അപ്പം ഞാനിപ്പോൾ ഒരു 56 kg ഫീമെയിൽ ആണെങ്കിൽ എനിക്ക് 56 ഗ്രാം പ്രോട്ടീൻ മിനിമം വേണം. എൻ്റെ ആക്ടിവിറ്റി കൂട്ടി ഞാൻ ജിമ്മിൽ പോകുന്ന ആളാകുമ്പോഴത്തേനും നല്ല ആക്റ്റീവാണ്, വീക്ക്ലി 6 days ഞാൻ ഭയങ്കരമായിട്ട് വെയിറ്റ് ട്രെയിനിങ് എല്ലാം ചെയ്യുന്നുണ്ട്, അങ്ങനെയല്ല ആണെങ്കിൽ ഞാൻ എൻ്റെ 2 വരെ എടുക്കാം. അപ്പോൾ 56 ഗ്രാമിൻ്റെ ഇൻറ്റു 2 വേണം എൻ്റെ പ്രോട്ടീൻ. മീൻസ് 1 കിലോയ്ക്ക് ഇൻറ്റു 2 എടുക്കാം എനിക്ക്. അപ്പോൾ അതെല്ലാം നമ്മൾ ജിമ്മിൽ പോകുമ്പോൾ മനസ്സിലാവും. ജിമ്മിൽ പോകുമ്പോൾ ഈ പ്രോട്ടീൻ റിച്ച് എല്ലാം മനസ്സിലാവും. ഓക്കെ, ഇനി എന്താണ്, അപ്പോൾ നമ്മൾ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ആവുന്ന നമുക്ക് മനസ്സിലാവും വെയിറ്റ് ലോസ് അല്ലെങ്കിൽ വെയിറ്റ് ഗെയിൻ വഴി. മീൻസ് നമ്മളുടെ വെയിറ്റ് എല്ലാം മാനേജ് ആകുമ്പോഴത്തേനും പിന്നെ നമ്മൾ ഡ്രസ്സിങ് സ്റ്റൈൽ അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ വർക്കിൽ മെൻ്റലി നമ്മൾ ഇമ്പ്രൂവ് ആവും, നമ്മൾ കോൺഫിഡൻ്റ് ആവും, നമ്മുടെ ബോഡി നമ്മൾ അതിൽ കോൺഫിഡൻ്റ് ആണെങ്കിൽ നമ്മൾ വേറെ എല്ലാ കാര്യത്തിലും കോൺഫിഡൻ്റ് ആവും. അപ്പോൾ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യുന്ന കാണുന്ന വഴി നമുക്ക് ജിമ്മിൽ പോകാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകാനുള്ള മോട്ടിവേഷൻ കിട്ടും. മീൻസ് മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു പോയിന്റിലായിരിക്കും.
പിന്നെ പിന്നെ ഇടയ്ക്ക് ജിമ്മിൽ പോകുമ്പോഴത്തേനും നമ്മൾ കുറേ നാൾ പോകുമ്പം ഇപ്പം ഞാൻ 2 വർഷം പ്ലസ് ആയി. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ചില സമയത്ത് നമ്മൾ ഒരു പുതിയ പാൻറ്റ് വാങ്ങുന്നത്, അല്ലെങ്കിൽ പുതിയ ഷൂസ് വാങ്ങുന്നത്, പുതിയ ഒരു ജിം ടീഷർട്ട് വാങ്ങുന്നത് നമുക്കൊരു മോട്ടിവേഷനാണ്. ജിമ്മിൽ പോയി നമ്മൾ വീട്ടിലൊരു മിററിൽ കാണും പോലെ അല്ല, ഫുള്ള് ചിലപ്പോൾ മിററെല്ലാം ഉള്ള ഒരു ജിമ്മായിരിക്കും. അവിടെ പോയി നമ്മൾ ആ ഒരു ഇതിലൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര കളർഫുൾ ഷൂസ് ഇഷ്ടമാണ്. അതിൽ കാണുമ്പോൾ തന്നെ എനിക്കൊരു എനർജി കിട്ടും. അപ്പോൾ അങ്ങനെ ഉള്ള കാര്യങ്ങൾ നോക്കാം. മീൻസ് നിങ്ങൾക്ക് അഫോർഡബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് വൺസ് ഇൻ എ മന്ത് അത് അല്ലെങ്കിൽ 3 months കൂടുമ്പോഴോ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്യുന്ന പോലെ ഞാൻ പറയുന്നതാണ്, ഒരു പുതിയ ഷൂസോ ഒരു പുതിയ പാൻറ്റോ ഒരു പുതിയ ടീഷർട്ടോ വരെ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യും. ഓക്കെ. പിന്നെ ഒരിക്കലും ഇങ്ങനത്തെ തോട്ട്സ് വരുമ്പോൾ ഞാനിത് വെറുതെ വന്നിപ്പോൾ ഫ്രീ ആയിട്ട് വീട്ടിലിരിക്കേണ്ട ടൈമിലാണല്ലോ ഞാൻ ഈ ജിമ്മിൽ പോകുന്നത്, ഇതൊരു കഷ്ടപ്പാടാണല്ലോ, അങ്ങനെ തിങ്ക് ചെയ്യരുത്. നമ്മുടെ ഹെൽത്താണ് നമുക്ക് എല്ലാം. മീൻസ് നമുക്ക് ഫ്രീ ആയിട്ട് ഭാവിയിലും വയസ്സാകുമ്പോഴും ഒക്കെ മനസ്സമാധാനമായിട്ടൊന്ന് വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ടൈം നമുക്ക് എപ്പോഴെങ്കിലും കിട്ടുമല്ലോ. ആ ടൈമിൽ നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കണമെങ്കിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യണം. കാരണം ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്ന് പറഞ്ഞ് കൊളസ്ട്രോൾ, കാർഡിയോവാസ്കുലർ ഡിസീസസ്, ഡയബറ്റീസ്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഹെൽത്തിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മളെ മനസ്സമാധാനം ഫുൾ പോകും. അപ്പോൾ പിന്നെ നമ്മൾ കഷ്ടപ്പെട്ട് സ്ട്രഗിൾ ചെയ്ത് വിഷമിച്ച് ഡിപ്രഷനിലോട്ടൊക്കെ പോകുന്നതിനെക്കാട്ടിലും ഇപ്പം നമ്മൾ കുറച്ച് ടൈം, വെറും 1 hour മതി, നമ്മളത് എങ്ങനെയെങ്കിലും ഏതെങ്കിലും എക്സസൈസിന് വേണ്ടിയിട്ട് ചിലവഴിക്കണം. അപ്പോൾ അതൊരു പോയിന്റാണ്. ഓക്കെ. അപ്പം ഒരിക്കലും അങ്ങനത്തെ തോട്ട്സ് വന്നാൽ ഇങ്ങനത്തെ പോസിറ്റീവ് തോട്ട്സ് തിങ്ക് ചെയ്യാം. ഇപ്പം ഞാൻ എൻ്റെ 1 hour കളയുന്നത് എൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ടാണ്. കളയുന്നതല്ല, അതൊരു ടൈമാണ്. പക്ഷെ ചിലർ ഇങ്ങനെ തിങ്ക് ആക്കും. പിന്നെ നെക്സ്റ്റ്, ഡയറ്റ് ഒള്ളി ആക്കി എക്സസൈസ് ചെയ്യാതെ എനിക്ക് ടൈം സേവ് ചെയ്ത് ഇവിടെ കുറച്ച് നേരം ചുമ്മാ ഇരിക്കാം വീട്ടിലെന്ന് വിചാരിക്കരുത്. ഡയറ്റ് ഒള്ളിയായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന സമയം വെയിറ്റ് ഗെയിൻ ആണ് ആവശ്യമുള്ളവരെങ്കിൽ അവർ വെയിറ്റ് ട്രെയിനിങ് ചെയ്ത് മസിൽ മാസ് ഇൻക്രീസ് ആയാൽ മാത്രമേ നമുക്ക് ഡയറ്റും കൂടിയായിട്ട് നമുക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ പറ്റും. പിന്നെ ഇനി വെയിറ്റ് ലോസ് ഉള്ളവർ ഡയറ്റ് മാത്രം നോക്കാമെന്ന് വിചാരിച്ചാൽ വെയിറ്റ് ലോസ് ഉള്ളവർ ഡയറ്റ് മാത്രം നോക്കുമ്പോൾ നമുക്ക് എപ്പോഴും ജിമ്മിൽ പോകുമ്പോൾ നമ്മൾ കഷ്ടപ്പെടുന്നതുകൊണ്ട് നമുക്ക് തോന്നും പ്രോപ്പറായിട്ട് ഡയറ്റ് ഫോളോ ചെയ്യാം, എന്തായാലും ഞാൻ ജിമ്മിൽ പോയി ഇത്ര ചെയ്യുന്നതല്ലേ എന്നുള്ളൊരു തോന്നും. അതുപോലെ നമ്മൾ മീൻസ് അത് ഇങ്ങോട്ടും അങ്ങോട്ടും സപ്പോർട്ടിങ് ആണ്. നല്ല ഡയറ്റ് നോക്കുന്നതുകൊണ്ട് ജിമ്മിൽ പോകാനും മോട്ടിവേഷനാണ്, ജിമ്മിൽ പോകുന്നതുകൊണ്ട് ഡയറ്റ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ ചെയ്യാനും നമുക്ക് തോന്നും. അപ്പോൾ ഡയറ്റ് ഒള്ളിയായിട്ട് നമ്മൾ വീട്ടിലിരുന്നിട്ട് പിന്നെ നമ്മൾ ഇവഞ്ച്വലി കുറേ കഴിയുമ്പോൾ ജങ്ക്സ് ഫുഡിലോട്ട് പോവുകയും പിന്നെ നമ്മൾ ആക്ടിവിറ്റി കുറവായതുകൊണ്ട് നമ്മൾ വെയിറ്റ് ഗെയിൻ ചെയ്യുകയും ചെയ്യും. ഒരു എക്സസൈസും ചെയ്യാതെ ഡയറ്റ് ഒള്ളിയായിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ പറ്റത്തില്ല. ഉറപ്പായിട്ട് നമ്മൾ എന്തെങ്കിലും ജിമ്മിൽ പോവേ വീട്ടിലോ എങ്ങനെയെങ്കിലും 1 hour എക്സസൈസ് നമ്മൾ ചെയ്യണം. ഇനി നമ്മൾ ജിമ്മിൽ പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഓൾറെഡി ജിമ്മിൽ പോകുന്ന ഒരു കൊളീഗ് വർക്ക് സ്പേസിൽ കാണും, അല്ലെങ്കിൽ ജിമ്മിൽ തന്നെ നമുക്ക് ഫ്രണ്ട്സ് കാണും. മീൻസ് നമ്മൾ ഹെൽത്തി ആയിട്ട് ഡയറ്റ് നോക്കി ജിം പോകുന്നവരാണെങ്കിൽ അങ്ങനെയുള്ള ഫ്രണ്ട് സർക്കിൾസ് ഉണ്ടാക്കാൻ വേണ്ടി നോക്കുക. ഇപ്പം നിങ്ങൾക്ക് ഓഫീസിലില്ലെങ്കിൽ നിങ്ങൾ ജിമ്മിൽ അങ്ങനെ നോക്കുക. കാരണം അപ്പോൾ ഒരാളിപ്പം മോട്ടിവേറ്റഡ് അല്ലാതെ ഇരിക്കുവാണ് 2-3 ദിവസമെങ്കിൽ മറ്റേ നമ്മളെ ഫ്രണ്ട് നല്ല മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കുവാണെങ്കിൽ അയാൾ വന്ന് ജിം കാര്യങ്ങളെല്ലാം നമ്മുടെ അടുത്ത് സംസാരിക്കുമ്പോൾ നമുക്ക് ഓക്കെ ഞാനും ഇമ്പ്രൂവ് ആവണം, ഇങ്ങനെ മടിച്ചിരിക്കേണ്ട അങ്ങനെ നമുക്ക് തോന്നും. ചിലപ്പോൾ ഹെൽത്തി കോമ്പറ്റീഷനും തോന്നി എനിക്കും ബെറ്റർ ആവണം അങ്ങനെ തോന്നും. ഹെൽത്തി കോമ്പറ്റീഷൻ, പിന്നെ ആ ഡിസ്കഷൻ വഴി നമ്മൾക്ക് മോട്ടിവേഷൻ കിട്ടും. അതുകൊണ്ട് നിങ്ങൾക്ക് മീൻസ് പാർട്ട്ണറും ചിലപ്പോൾ അങ്ങനെ ഹെൽപ്ഫുൾ ആവും, അല്ലെങ്കിൽ ഫ്രണ്ട് ഹെൽപ്ഫുൾ ആവും, അല്ലെങ്കിൽ നമുക്ക് പേഴ്സണൽ ട്രെയിനറിനെ വെച്ചിട്ട് ഇതാക്കാം, അവരും നമുക്ക് ഹെൽപ്ഫുൾ ആവും. എങ്ങനെയെങ്കിലും അറ്റ്ലീസ്റ്റ് 1 ആളെങ്കിലും നമ്മളെ തളരുമ്പോൾ മോട്ടിവേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ജിം ഒരു ലൈഫ് അല്ലെങ്കിൽ ആ ജിം കമ്മ്യൂണിറ്റിയിൽ ഒരാളെങ്കിലും നമുക്ക് വേണം, അത് ഹെൽപ്ഫുൾ ആവും. അല്ലെങ്കിൽ സ്വയം മോട്ടിവേറ്റഡ് ആയിട്ടിരുന്നിട്ട് ഉള്ളവരും ഉണ്ട്. പക്ഷേ എങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോവാൻ എന്തെല്ലാം ഫാക്ടേഴ്സ് ഹെൽപ്പ് ആക്കുന്നതാണ് ഞാൻ പറയുന്നത്. പിന്നെ സോഷ്യൽ മീഡിയ പേജസ്, വാട്സപ്പ് കമ്മ്യൂണിറ്റി, ജിം, പിന്നെ അങ്ങനെ കുറേ പേജസ് എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ജിമ്മിൽ പോകുന്ന ആൾക്കാരുടെ വീഡിയോസ്, യൂട്യൂബ് ഷോർട്സ്, യൂട്യൂബ്, ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയസിലെല്ലാത്തിലും ജിം കണ്ടന്റ്സ് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് അതേ കണ്ടന്റ് തന്നെ വരും. മീൻസ് നിങ്ങൾക്ക് ഇതെല്ലാം ഓപ്പൺ ആക്കി സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് തന്നെ ജിം കണ്ടന്റ് കണ്ടിട്ട് നിങ്ങൾക്ക് മോട്ടിവേഷൻ കിട്ടും. ഇപ്പോൾ ഒരു ദിവസം നിങ്ങൾ ജിമ്മിൽ പോവാതെ വീട്ടിലിരിക്കുന്നതാണെങ്കിലും ഇതെല്ലാം കണ്ടിട്ട് മീൻസ് നിങ്ങൾക്ക് ടയേർഡായിട്ട് പോകണ്ടെന്ന് ഫീൽ ചെയ്തിരിക്കുന്ന ആൾക്ക് മേ ബി പോകാൻ ഇത് ഹെൽപ്പാണ്. സോ ഇതെല്ലാമാണ് ജിമ്മിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്ത കാര്യങ്ങൾ. ഞാൻ ജസ്റ്റ് റൈറ്റ് ഡൗൺ ചെയ്തിട്ട് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തതാണ്. സോ നിങ്ങൾക്കും കൺസിസ്റ്റൻ്റ് ആയിട്ട് ജിമ്മിൽ പോകാൻ വേണ്ടി ഇതെല്ലാം ഹെൽപ്പ് ചെയ്യും. ജിമ്മിൽ പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നവരാണെങ്കിൽ ബാക്കി ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസും കാണുക. നിങ്ങൾക്ക് ഈ പറഞ്ഞ ടിപ്സും ഫോളോ ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ജിമ്മിൽ പോവാം. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽത്ത് പ്രൊട്ടക്റ്റ് ചെയ്യാം. താങ്ക് യു.